നമസ്തേ. കഥകളരി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സാഹിത്യ ചിന്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭജഗോവിന്ദം ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന്. ശങ്കരാചാര്യ വിരചിതമായ ഈ ശ്ലോകങ്ങൾ അതിമനോഹരമായ ശ്ലോകങ്ങൾ, എനിക്ക് വളരെ ഇഷ്ടമുള്ള ശ്ലോകങ്ങളാണിത്. ആചാര്യസ്വാമികളെ 12 ശ്ലോകങ്ങളിലൂടെ നമുക്ക് സാധാരണ മാനവർക്ക് നൽകുന്ന ഉപദേശങ്ങളാണിതിൽ. അദ്ദേഹം കാണുന്ന ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട്, അതിൽ 1, 2, 3 ശ്ലോകങ്ങൾ നമ്മൾ അറിയുന്ന വിധത്തിൽ, എനിക്കറിയാവുന്ന വിധത്തിൽ ഞാനൊന്ന് അർത്ഥം പറയുകയുണ്ടായി. 4ാമത്തെ ശ്ലോകം ഇന്ന് വായിക്കുന്നു, അർത്ഥം പറയുന്നു, നമ്മൾ ഒരുമിച്ച് ആസ്വദിക്കുന്നു. ഈ 4ാമത്തെ ശ്ലോകം ആദ്യം ഞാനതൊന്ന് വായിക്കാം. നളിനീദളഗദജലമതിതരളം നളിനീദളഗദജലമതിതരളം തദ്വജ്ജീവിതമതിശയചപലം ജീവിതമതിശയചപലം വിദ്ധി വാദ്യഭിമാനഗ്രസ്തം വിദ്ധി വ്യാദ്യഭിമാനഗ്രസ്തം ലോകം ശോകഖതം ച സമസ്തം ലോകം ശോകഖതം ച സമസ്തം. ആചാര്യസ്വാമികൾ പറയുകയാണ്, ജീവിതത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ്. നളിനീദളം, നളിനി എന്ന് പറഞ്ഞാൽ താമര, ദളം താമരയുടെ ഇല, ദളം താമരപ്പൂവിൻ്റെ ഇലയുമാകാം. ദളം എന്ന് പറഞ്ഞ ഇലയാണ്. താമര ഇലയിൽ, താമരയിലുള്ള ഒരു നീർത്തുള്ളി, താമരപ്പൂവിലായാലും താമരയുടെ ഇലയിലായാലും വീഴുന്ന ആ നീർത്തുള്ളി പോലെയാണ് ജീവിതം. താമരയുടെ ഇലയിൽ വെള്ളം പിടിക്കില്ല, താമരപ്പൂവിൻ്റെ ഇതളിൽ വെള്ളം പിടിക്കില്ല. വെള്ളമായാൽ അതിങ്ങനെ തുള്ളി തുള്ളി പോലെ നിൽക്കും, ഉരുണ്ടങ്ങ് പോകും, ഒന്നും തന്നെ അവിടെ ശേഷിക്കുന്നില്ല. അതുപോലെയാണ് ഭൂമിയിലെ ഈ ജീവിതം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് താമരയിലയിലെ വെള്ളം ഉരുണ്ടു പോകുന്നത് പോലെ നമ്മൾ വരുന്നു, ജീവിക്കുന്നു, മറഞ്ഞങ്ങ് പോകുന്നു, ഒന്നും തന്നെ ഇവിടെ ബാക്കി വയ്ക്കുന്നില്ല എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അതായത് തദ്വജ എന്നല്ല, പിന്നെ ഇതിൽ തദ്വജ ജീവിതമതിശയ ചപലം, ആ നമ്മുടെ ഓരോരുത്തരുടെയും ആ ചപലമാണ്. അതായത് ജീവിതത്തിൽ ഞാൻ വലിയ ആളാണ്, ഞാൻ ആരാണ്, ഞാൻ വലിയ തറവാട്ടിലെയാണ്, രാജകുടുംബത്തിലെയാണ്, അയ്യോ ഞാൻ ചിരട്ടക്കുടിലെയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നാരാണ് എന്നൊക്കെ പറയുന്നതിൽ അതിലൊന്നും ഒരു അർത്ഥവുമില്ല. അതൊക്കെ ഒരു ചാപല്യം, അത്രയേ ഉള്ളൂ എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. പിന്നെ വ്യാധി എന്ന് പറഞ്ഞാൽ ദുഃഖം. ആദി ദുഃഖം, വ്യാധി രോഗം. ആദിയും വ്യാധിയും അത് രണ്ടും ഒരുമിച്ച് വരുന്നതാണ്, ഇരട്ടകൾ പോലെയാണ്. രോഗമുള്ളവർക്ക് വ്യാധിയുമുണ്ട്, വ്യാധി ഉള്ളവർക്ക് ആദിയുമുണ്ട്. അപ്പോൾ ഈ വ്യാധി എന്ന് പറയുന്നതും മാത്രമല്ല, അഭിമാനം, എല്ലാവർക്കും ഉണ്ട് അഭിമാനം. എൻ്റെ അഭിമാനത്തിന് ചേർന്നതല്ല, ഈ എൻ്റെ മാനം പോവും ഞാനങ്ങനെ ചെയ്താൽ എന്നൊക്കെ തോന്നുന്ന ഒരു അഭിമാനം, ഇതൊക്കെ മുതലായവയിൽ ഈ ആദി വ്യാധി അഭിമാനം ഇതിലൊക്കെ മുങ്ങിക്കുളിച്ചതാണ് നമ്മുടെ ജീവിതം. എല്ലാവർക്കും ആദിയുണ്ട്, വ്യാധിയുണ്ട്, അഭിമാനമുണ്ട്, അഭിമാനക്ഷതമുണ്ടാകുന്നു, രോഗമുണ്ടാകുന്നു, ജീവിതം തന്നെ അതോടെ തീർന്നു പോകുന്നു. അപ്പോൾ ഈ ലോകം മുഴുവൻ എങ്ങനെ നോക്കിയാലും ദുഃഖം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദി വിദ്ധി എന്ന് വെച്ചാൽ ഉണ്ടാകുന്നു, എന്തുണ്ട് ഇവിടെ ഉണ്ട്. വാദ്യഭിമാനഗ്രസ്തം, വ്യാധിയും അഭിമാനവും ഇവയുടെയൊക്കെ ഗ്രസ്തം എന്ന് വെച്ചാൽ കുറഞ്ഞു പോകലും. ലോകം ശോകഹതം, ഈ ലോകം മുഴുവൻ ശോകം, ദുഃഖം, ശോകഹതം, ദുഃഖം നിറഞ്ഞിരിക്കുന്നു.
എല്ലാ ദിക്കിലും നോക്കിയാലും ആർക്ക് നോക്കിയാലും വലിയ സുഖമൊന്നും ആർക്കുമില്ല. ഒന്നുകിൽ ആദിയുണ്ട്, വ്യാധിയുണ്ട്, നാണക്കേടുണ്ട്, കാശിന് ജീവിക്കാൻ വഴിയില്ലായുണ്ട്, പല പല ബന്ധപ്പാടുകൾ. നോക്കുമ്പോൾ എല്ലായിടത്തും ദുഃഖം തന്നെയാണ് എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. താമരയിലുള്ള നീർത്തുള്ളി പോലെ ജീവിതം അത്യന്തം ചപലമാണ്. ആദ്യത്തെ 2 വരികളുടെ അർത്ഥമാണ്. താമര ഇലയിലുള്ള വെള്ളത്തുള്ളി പോലെ, നീർത്തുള്ളി പോലെ, ജലകണം പോലെ ചപലമാണ് ജീവിതം. ഒന്നും ബാക്കി വയ്ക്കുന്നില്ല, ഉരുണ്ടങ്ങോട്ട് പോകും. പിന്നെയോ വ്യാധി, അഭിമാനം മുതലായവയിൽ മുങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം. ലോകം മുഴുവൻ ദുഃഖം നിറഞ്ഞിരിക്കുകയാണ്. ലോകം ശോകഹതം, ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കാം. നളിനീദളഗത ജലമതി തരളം, നളിനീദളമത ജലമതി തരളം, തദ്വജ്ജീവിതമതിശയ ചപലം, വിധി വാദ്യഭിമാനഗ്രസ്തം, ലോകം ശോകഹതം ച സമസ്തം. ലോകം മുഴുവൻ ദുഃഖമാണ്. ആചാര്യസ്വാമികൾ അതുകൊണ്ട് കരുതിയിരിക്കൂ, ഈശ്വരനെ ഭജിക്കൂ എന്നുള്ളൊരു ഉപദേശം കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ശ്ലോകം നിങ്ങൾക്കറിയാമെങ്കിൽ നല്ലത്, വീണ്ടും വീണ്ടും മനസ്സിലാക്കൂ. അറിയില്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഭജഗോവിന്ദത്തിലെ 4-ാമത്തെ ശ്ലോകം പറയുന്നത് ഇങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ടും ശ്രമിക്കും. നമ്മുടെ അറിവ് മറ്റുള്ളവരോടൊന്ന് പങ്കുവയ്ക്കുന്നത് ഒന്നൊട്ടൊരു തെറ്റല്ല കേട്ടോ. ഒരു ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ്, കാര്യം പറയും കഥയാണ്. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഇത് നമ്മുടെ ചാനലല്ലേ, കഥകൾ അതിസാഗരം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. ഞാൻ പിന്നെന്താ വീണ്ടും പറയണമെന്ന്. നിങ്ങൾക്ക് ഒരാളെ കൂടി ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ എന്ന് നോക്കൂ. അങ്ങനെ നിങ്ങളൊക്കെ ശ്രമിച്ചാൽ ഇപ്പം തന്നെ നമുക്ക്, ഞാൻ അഭിമാനത്തോടെ പറയാം, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, ഇങ്ങനെയൊന്നും കരുതി തുടങ്ങിയതല്ല ഈ ചാനൽ. ഒരു യജ്ഞം പോലെ, ഒരു പ്രാർത്ഥന പോലെ ഞാനിതിങ്ങനെ ദിവസമെന്ന് പറയുന്നോണം തുടരുന്നു മാത്രം. എനിക്ക് 2000-ത്തിലൊക്കെ ഏറെ സബ്സ്ക്രൈബേഴ്സുണ്ട്. 1000-ത്തിലേറെ വീഡിയോകളായി ഞാൻ ഇതിൽ ചെയ്യുന്നു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ലോകം മുഴുവൻ മലയാളികളുണ്ട്. മലയാളം അറിയുന്നിടത്തെല്ലാം യൂട്യൂബ് ചാനലുമുണ്ട്. അറിയുന്നവർക്കെല്ലാം ഈ ചാനൽ കേൾക്കാലോ. നിങ്ങൾ കേൾക്കൂ, ആസ്വദിക്കാൻ കഴിയുമെങ്കിലാകട്ടെ. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഇത് നമ്മുടെ ചാനൽ കഥകളതിസാഗരം. എല്ലാവർക്കും നന്ദി.